ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയവർക്ക് അറിയാം, അവരിപ്പോഴും ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തില്ല. എന്ത് ധൈര്യത്തിലാന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ഫേസ്ബുക്ക് ഇപ്പോൾ ആക്റ്റീവാണ് അവരുടെ. So this was a video which I took on 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ 14th. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. ഡിസംബർ 14th ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം. സോ പറയണമെന്ന് ഒന്ന് തോന്നി. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് ഞാൻ പറയണ്ടേ? ഓഫ്കോഴ്സ് ഞാൻ പറയണം, കാരണം ഇറ്റ്സ് എ ട്രൂത്ത്. അതുകൊണ്ട് അപ്പോൾ ആ വിക്കറ്റ് അങ്ങോട്ട് തെറിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഭാഗത്ത് മാത്രമല്ല വിക്കറ്റ് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എതിർഭാഗത്തിൻ്റെ ഫസ്റ്റ് വിക്കറ്റ് തെറിച്ചു പോയിട്ടുണ്ട്. എന്താണെങ്കിലും പാർവതി വന്ന് പറഞ്ഞത് വളരെ നന്നായി. വിത്ത് എവിഡൻസ്, വിത്ത് ഡേറ്റ് എല്ലാം ഉണ്ട്. ആർക്കും ഒരു സംശയം അതിലൊന്നുമില്ല. ഇനി നമ്മൾ നാളെ മുതൽ കേൾക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എരക്ക് എന്താ പറയുക, എരക്ക് മെൻ്റലി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നൽ വന്നത്. അവർ ആക്ച്വലി ഒരു എന്താ പറയുക 1-2 സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സർട്ടിഫിക്കറ്റുകളൊക്കെ നിരത്തും. അതായത് മാനസികമായിട്ട് ബുദ്ധിയില്ലാത്ത അല്ലെ ബുദ്ധി ഉറക്കാത്ത, അതല്ലെങ്കിൽ മറ്റു വല്ല മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായിരുന്നു ഈ പറഞ്ഞ ഇര. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത്. അതുകൊണ്ട് നമ്മുടെ കോടതി നിരുപാധികം വിട്ടയക്കുന്നു എന്നുള്ള ന്യൂസ് കേൾക്കാനുള്ള ചാൻസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഇതുവരെ എവിടെയും നമ്മളല്ലാത്തൊരു ന്യൂസ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു പെണ്ണ് വന്ന് പറഞ്ഞു ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കുറ്റം തെളിയിച്ചു. അതില്ല എന്ന് തെളിഞ്ഞ സമയത്ത് ഈ കുറ്റമായിട്ട് വന്ന ആൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയതായിട്ടുള്ള ന്യൂസൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ എവിടെ ഇല്ല. ഇനി നിങ്ങൾക്ക് അറിയെങ്കിൽ പറ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. അതായത് ബൈ മിസ്റ്റേക്ക് പറ്റി, അതല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായി പ്രശ്നമുള്ള ആളായിരുന്നു, അത്രയൊക്കെ വരികയുള്ളൂ. ഈ കേസ് അങ്ങനെയൊക്കെ അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞ് പോവും. ഇത്രയും വലിയ ഇപ്പം എന്തൊക്കെ എന്താ പറയുക തെളിവുകൾ കിട്ടിയാലും ഇതൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ കേസുകൾ പൊതുവേ നടക്കാറ്. അപ്പം പാർവതി മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഭരതുണ്ട്, നമ്മുടെ നടൻ ഭരതുണ്ടായിരുന്നു ഈ മലർവാടിയിലൊക്കെ ഉണ്ടായിരുന്നേ. പുള്ളിയും വന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയും വന്ന ആ ഷൂട്ടിൽ അതേ സ്ഥലത്ത് ക്രൗൺ പ്ലാസയിലുള്ള ഒരാളായിരുന്നു. പുള്ളി അത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇല്ലാത്ത കാര്യമാണെന്നുള്ളത്. പിന്നെ ഇത്രയും പ്രൂഫും ഇത്രയും വീഡിയോ ഒക്കെ ആയിട്ട് പാർവതിയാണ് ഇപ്പോൾ മുന്നോട്ട് വന്ന് വിത്ത് പ്രൂഫിൽ ഇവർക്ക് നമുക്ക് കാണിച്ചു തന്നത്. ചിലപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ പറഞ്ഞ ഭരതും വിനീത് ശ്രീനിവാസനും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഡീറ്റെയിൽസ് ഒക്കെ. ഏതാണെങ്കിലും വേറെ 1-2 ചാനലിൽ ഞാൻ കണ്ടു ഈ ചേച്ചി, അതായത് ഈ ഇര എന്ന് പറഞ്ഞ ഇരയാക്കപ്പെട്ട ഇര ഈ ദുബായ് ഇതുവരെ കണ്ടിട്ടില്ല, അവർക്ക് പാസ്പോർട്ടില്ല, അവർ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ കേരളത്തിലായിരുന്നു, അവർ ഇതുവരെ ദുബായിൽ പോയിട്ടില്ല എന്ന്. പക്ഷെ അതൊന്നും കറക്റ്റല്ല. അവർ ദുബായിലൊക്കെ പോയിട്ടുണ്ട്. അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയവർക്ക് അറിയാം, അവരിപ്പോഴും ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തില്ല. എന്ത് ധൈര്യത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ഫേസ്ബുക്ക് ഇപ്പോൾ ആക്റ്റീവാണ് അവരുടെ. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട്. ദുബായ് സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ദുബായ് പോയ ആളൊക്കെ തന്നെ ദുബായൊക്കെ പോയി ഒന്ന് കണ്ട് എനിക്ക് മനസ്സിലാവാത്തത് ഇവർ പറയുന്നുണ്ടല്ലോ ഇതിൽ. അതായത് നിവിൻ പോളി വന്നിട്ട് എന്നെ 3 ദിവസം പീഡിപ്പിച്ചതൊക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നുണ്ട് ഇവരെന്തോ കൂടിയായിട്ടേക്ക് അടിച്ച് കാണാം. കലക്കി പുള്ളിക്കാരിനെ സ്വയം അടിച്ചത് ഏതോ കൂടിയായിട്ടാണ്. ഏതോ താടി മുടിയുള്ള ആരോ വന്നിട്ടായിരിക്കും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്കിടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവില്ലേ, ഇഷ്ടപ്പെട്ട ആണിനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പം ഇതടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അങ്ങനെയൊക്കെയാണ് ഞാനും കേട്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അടിച്ച സമയത്ത് ചിലപ്പം താടി മുടിയൊക്കെ നീട്ടിയിട്ടുള്ള ഒരാൾ വന്ന സമയത്ത് ചിലപ്പോൾ അത് നിവിൻ പോളിയാണെന്ന് മനസ്സിൽ സങ്കല്പിച്ചിട്ടായിരിക്കാം ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഈ പറഞ്ഞ ചാട്ടങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ബോധം വന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഓരോരുത്തരും മനസ്സിൻ്റെ അവസ്ഥയല്ലേ. അപ്പം അതിൻ്റെ കൂടെ സാധനം കൂടെ കയറുമ്പോഴേ മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് വരും, മൊത്തത്തിലൊരു അങ്കലാപ്പും ഒരു ആളെ കണ്ണിൽ കാണാത്ത പ്രശ്നമൊക്കെ വരും. അതാണ് അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പാവത്തിന് നിവിൻ പോളിയായി തോന്നിയതൊക്കെ. എന്താണെങ്കിലും ചിലപ്പം നമ്മൾ പറഞ്ഞ പീഡനമൊക്കെ നടന്നിട്ടുണ്ട്, നമുക്കറിയില്ല. പീഡനമാണോ ഇനിയിപ്പം അങ്ങനെ നിന്ന് കൊടുത്തിട്ടാണോ നമുക്കറിയില്ല. പക്ഷേ ആൾ മാറിപ്പോൾ അതതിന് ചാൻസ് ഉള്ളൂ. അതായിരിക്കും. ചേച്ചി ഒന്ന് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ, ഇര ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇരക്ക് വ്യക്തമാവും അത് നിവിൻ പോളി ആയിരുന്നില്ല, മറ്റാരോ ആണെന്നുള്ളത്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു നല്ല ന്യൂസ് വരട്ടെ.
ഇങ്ങനെ ഒരു ഇപ്പം നിവിൻ പോളി ഇന്നിപ്പം ADGPക്ക് മുഖ്യമന്ത്രിക്കോ പരാതി കൊടുത്തു എന്ന് കേട്ടോ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിത്തിൻ 2-3 ഡേയ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് അതങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് ഇവളെ പൂട്ടാൻ പറ്റുന്ന രീതിയിൽ പൂട്ടുക. ആ ഒരു പൂട്ട് വീണ് കഴിഞ്ഞാൽ ഇപ്പം വന്ന് പറഞ്ഞ കുറേ പേരുണ്ടല്ലോ, ഞങ്ങളെ കയറി പിടിച്ചു, ഞങ്ങളെ കയറി അടിച്ചു, മറ്റേതാക്കി മറിച്ചാക്കി പറഞ്ഞ്, ഇവർക്കൊക്കെ ഒരു പേടി വരും. ഇതിലൊക്കെ എത്ര പേര് ഫേക്ക് ഉണ്ട് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി പുറത്തോട്ട് വരും. പിന്നെ കുറേ പേര് ഇങ്ങനെ ഓങ്ങി നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ ഈ ചാൻസ് ഒരു മുതലെടുത്തിട്ട് ഇതുപോലത്തെ പല പരിപാടികൾക്ക് ഓങ്ങി നിൽക്കുന്നവർക്കൊക്കെ ഒരു പാഠമായിരിക്കും. പിന്നെ ആരും ചാടി അങ്ങോട്ട് വെക്കൂല. മറ്റേ മീനു മുരിയർ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞു എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ തെളിയിച്ചോ എന്ന് പറഞ്ഞ പോലത്തെ അതിൽ വൃത്തികെട്ട ചിന്തകൾ ആരുടെ മനസ്സിലോട്ട് അങ്ങ് വരില്ല. അതാണ് ഇപ്പം നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്യേണ്ട കാര്യം. എത്രയും പെട്ടെന്ന് വിള പൂട്ടുക. അതെ.